Assalamu alaikum. Welcome back to our channel Wishes Love. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നീർദോശയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചില നാടിൽ നീർദോശ എന്നും ചില നാടുകളിൽ അപ്പം എന്നൊക്കെ പറയും. അതിനായി തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി നന്നായിട്ട് കഴുകിയെടുക്കുക. ശേഷം അതൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ചേർത്ത് അത് നന്നായിട്ട് അടിച്ചെടുക്കുക. നമ്മുടെ അരി നന്നായിട്ട് അടിച്ചെടുത്തു. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് തേങ്ങ തിരുമ്മിയതും കൂടി ചേർത്ത് കൊടുക്കാം. അല്പം ഓയിലും കൂടി തേങ്ങ ആവശ്യം ഇല്ല, എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പാൻ സ്റ്റൗവിൽ വെച്ചു. മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക കേട്ടോ. ബാറ്റർ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നീർദോശക്ക് വേണ്ടത്. നീർദോശ കനം കുറച്ചിട്ടാണ് ചുട്ടെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം നമ്മുടെ മാവ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ അപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് പാൻ നന്നായിട്ട് ചൂടാകണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. നമുക്കെല്ലാം ചുട്ടെടുക്കാം. മാവ് ഒഴിക്കുന്ന ടൈമിൽ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ തീ വെക്കണം. ഇതുപോലെ ഓരോന്നായി നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലെ ടേസ്റ്റിയും എളുപ്പത്തിലുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഓരോ കുക്കിംഗ് വീഡിയോ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമുക്കെല്ലാം ചുട്ടെടുക്കാം. ഇനി മോൾക്ക് അപ്പം കൊടുക്കാം. പാനിലായതുകൊണ്ട് ഇത് വലിയ പാനായതുകൊണ്ട് ഇത് വലിയ അപ്പമായിട്ട് കിട്ടി. നമുക്ക് ദോശക്കല്ലിൽ വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്.